കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പരിശോധിച്ചാൽ ആദ്യത്തെ അന്ന് KSFൻ്റെ പ്രസിഡൻ്റായും ആദ്യത്തെ SFIയുടെ പ്രസിഡൻ്റായും അതുമുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കൈകളിൽ കറപുരളാതെ രാഷ്ട്രീയ രംഗത്ത് ഒരു മാതൃകയായി നിലകൊള്ളാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പം എടുത്ത നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം പറയുന്നതല്ല. നിയമസഭയ്ക്കകത്തും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അഴിമതിരഹിതനായൊരു മന്ത്രി ഗവൺമെൻറ്റിലുണ്ടെങ്കിൽ G. സുധാകരനാണെന്ന് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനങ്ങൾ തികഞ്ഞ ജനാധിപത്യ ബോധത്തോടെയായിരുന്നു. MLAമാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. രാഷ്ട്രീയം നോക്കാതെ, ഭരണകക്ഷി പ്രതിപക്ഷം നോക്കാതെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഫണ്ടുകൾ ഒരുപോലെ വീതിച്ച് നൽകാൻ ഒരുപക്ഷെ കേരളത്തിൽ കഴിഞ്ഞ ഏക പൊതുമരാമത്ത് മന്ത്രിയാണ് G. സുധാകരൻ എന്ന് അഭിമാന ബോധത്തോടെ ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മാത്രമല്ല, പ്രദേശങ്ങൾ നോക്കി ഇപ്പോൾ പല ആളുകളും പൊതുമരാമത്ത് മന്ത്രിയാണെങ്കിൽ അവരുടെ നാടിനെ മാത്രമേ നോക്കുകയുള്ളൂ. കേരളം മുഴുവൻ ഒരേ കണ്ണോടുകൂടി കാണാനും കേരളത്തിൻ്റെ മൊത്തം വികസനം ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യതയെപ്പറ്റിയുള്ള യഥാർത്ഥ ബോധത്തോടെ പ്രദേശ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുമരാമത്ത് വകുപ്പെന്ന് പറയുന്ന വകുപ്പിനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. നമുക്കറിയാം, ഈ വകുപ്പ് വലിയ അപകടം പിടിച്ചൊരു വകുപ്പാണ്. പല അഴിമതികൾ ഉണ്ടായിട്ടുള്ള വകുപ്പാണ്. അതിനൊന്നും ഒരു ഇട കൊടുക്കാതെയും ഉദ്യോഗസ്ഥന്മാരെ ശാസിക്കേണ്ടത് ശാസിക്കുകയും നടപ്പാക്കുന്ന വർക്കുകളിൽ അപാകതയുണ്ടെങ്കിൽ ആ കോൺട്രാക്ടറെയും ഉദ്യോഗസ്ഥന്മാരെയും ഒരുപോലെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു മന്ത്രിയായിരുന്നു G. സുധാകരൻ. അത് വളരെ അപൂർവമാണ്.